ഫോറിയർ സീരീസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതിൻ്റെ ഓരോ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻ, ഈ A0യുടെ ഇക്വേഷൻ, എൻ്റെ ഇക്വേഷൻ, ബിൻ്റെ ഇക്വേഷനൊക്കെയാണ് ഇത്. പിന്നെ ഈവൻ സിഗ്നൽ ഓഡ് സിഗ്നൽ എന്താണ്, f(t) = f(-t) ആണെങ്കിൽ ഈവൻ സിഗ്നലാണ്. അതായത് ഈ സൈഡിലുള്ളത് തന്നെയാണ് ഇങ്ങോട്ടും എന്നുള്ളതുണ്ടെങ്കിൽ അത് ഈവൻ സിഗ്നലാണ്. ഇനി f(t) = -f(t) ആണെന്നുണ്ടെങ്കിൽ ഓഡ് സിഗ്നലാണ്. അതായത് ഈ ഒരു സൈഡിലുള്ളതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് അങ്ങോട്ടേക്ക് മറിച്ചാൽ സെയിം ഇതന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നാൽ അത് ഓഡ് സിഗ്നലാണ്. അപ്പോൾ ഒരു വേവ് ഫോം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടാണോ ഈവൺ ആണോ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഇനിയിപ്പോൾ സിമെട്രി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ an കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, bn കാണാനുള്ള ഇക്വേഷനാണ് ഇതാണ്. ഇനിയിപ്പോൾ ഓഡ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ an-ഉം 0 ആയിരിക്കും, A0 0 ആയിരിക്കും. bn കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ഈവൻ സിഗ്നൽ ആണെങ്കിൽ bn 0 ആയിരിക്കും, an കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, A0 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എന്നിട്ട് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, ഫോറിയർ സീരീസാണ് കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ജനറൽ ഇക്വേഷൻ ഇതാണ് നമ്മൾ ഫൈനലി എഴുതേണ്ട ഇക്വേഷൻ. അതിൽ A0ൻ്റെ വാല്യൂം, എൻ്റെ വാല്യൂം, ബിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫൈനലി എഴുതേണ്ടത്. അപ്പോൾ അതിങ്ങനെ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് ഈവൺ ആണോ ഓടാണോ നോക്കുക. ഇത് അപ്പുറത്തിപ്പുറത്ത് സെയിം ആണല്ലോ, അപ്പോൾ അത് ഈവൻ സിഗ്നലാണ്. അതായത് x(t) = x(-t) ആണ്. ഈവൻ സിഗ്നലിൽ bn 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ bn 0 എന്ന് എഴുതിക്കാം. ഇനി ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേവ് കംപ്ലീറ്റ് ആവാൻ അടുത്ത ടൈം. അതായത് ഇവിടെ നിന്നാണ് ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര വരെയല്ലേ, അപ്പോൾ ഇതല്ലേ ടൈം പീരീഡ്. അപ്പോൾ 3 - -1 ചെയ്യുമ്പോൾ 4 ആണ് നമുക്ക് ടൈം പീരീഡ് കിട്ടുക. ഇനി an കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, A0 കാണാനുള്ള ഇക്വേഷൻ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം A0 കാണാം. A0യിൽ ടിയുടെ വാല്യൂ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t/2 പറയുമ്പോൾ 4/2 ആവും. x(t) പറയുന്നത് -1 തൊട്ട് 1 വരെ x(t) 1, ഇത് 1 ആണ്. 1 തൊട്ട് 3 വരെ x(t) -1 ആണ്. അപ്പോൾ അതിങ്ങനെ എടുത്ത് x(t) എന്ന് പറയുന്നത് 1 for -1 < t < 1, x(t) = -1 for 1 t < 3. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 1/4 അല്ല 2/4 എന്നുള്ളത് 1/2 ആവും. ഇൻറ്റു 0 തൊട്ട് 1 വരെ നമ്മളെപ്പോഴും 0 തൊട്ട് എടുക്കുക. ഈവൻ തോ ഇവിടെ -1 തൊട്ട് 1 വരെ ആണെങ്കിലും നമ്മൾ 0 തൊട്ട് എടുക്കുക. അപ്പോൾ 0 തൊട്ട് 1 വരെ 1 dt ആണ്. പിന്നെ എവിടം വരെ മാക്സിമം ലിമിറ്റ് t/2. അപ്പോൾ 1 തൊട്ട് t/2 എന്ന് പറയുമ്പോൾ 4/2 2 എന്ന് കിട്ടും. 1 തൊട്ട് 2 വരെ -1 dt ആണ്. എന്നിട്ട് ഇൻ്റഗ്രൽ 1 dt എന്ന് പറഞ്ഞാൽ t ആണ്. അപ്പോൾ എന്നിട്ട് അതിന് ലിമിറ്റ് കൊടുത്തു. ഇൻ്റഗ്രൽ -1 dt എന്ന് പറഞ്ഞാൽ -t ആണ്, അതിന് ലിമിറ്റ് കൊടുത്തു. എന്നിട്ട് മൈനസൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് A0ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഇനി നമുക്ക് an കാണണം. an കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, 4/t ഇൻ്റഗ്രൽ 0 to t/2 x(t) cos n ω0t. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാതും അറിയാം, ω0 അറിയില്ല. ω0 എന്ന് കാണാൻ ഇക്വേഷനാണ് 2π/t, t എന്ന് പറയുന്നത് എന്താ 4 ആണ്. അപ്പോൾ 2π/4 വരുമ്പോൾ നമുക്ക് π/2 എന്ന് കിട്ടും. അപ്പോൾ ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4/4 ഇൻ്റഗ്രൽ 0 to t/2 എന്ന് പറയുന്നത് 2 ആണ്. x(t) cos n ω t ആണ്. ഇനി അവിടെ ചെയ്ത പോലെ x(t) 1, എവിടെ തൊട്ട് 0 തൊട്ട് 1 വരെ x(t) 1 ആണ്. 1 തൊട്ട് 2 വരെ x(t) -1 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി ഇൻ്റഗ്രൽ cos nπ/t എന്ന് പറയുന്നത് sin nπ/t n ω/t = sin nωt/n ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഓരോ ഇൻ്റഗ്രലും ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാദ്യം ഓപ്പൺ ചെയ്യാം. അപ്പോൾ sin nωt/n ωtക്ക് 1ഉം ഈ ടിക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുക, 1ഉം 0ഉം. ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ sin nωt/n എന്ന് കിട്ടും. മൈനസ് sin 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ എഴുതിയില്ല, -0 ഉണ്ട് ഇവിടെ, അത് എഴുതണ്ട. ഇനി പ്ലസ് ഇതിന് ലിമിറ്റ് കൊടുക്കാം. ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ്
2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്താവും? മൈനസ് സൈൻ എൻ ഒമേഗ 2 ബൈ മൈനസ് എൻ ഒമേഗ മൈനസ് ഇവിടെ വീണ്ടും മൈനസ് സൈൻ എൻ ഒമേഗ 1 ബൈ എൻ ഒമേഗയാണ് വരിക. അപ്പോൾ ആ മൈനസും കൂടിയാണ് ഇവിടെ പ്ലസ് ആയത്. ഇനി അപ്പോൾ ഒമേഗയുടെ വാല്യൂ π/2 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒമേഗയുടെ വാല്യൂ ഒക്കെ π/2 എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാര്യമുണ്ട്, സൈൻ എൻ പൈ സൈൻ 2nπ അതൊക്കെ വന്നു കഴിഞ്ഞാൽ 0 ആണ്. പക്ഷേ സൈൻ nπ/2 വന്നു കഴിഞ്ഞാൽ 0 അല്ല കേട്ടോ. അപ്പോൾ ഇതിനെ അവിടെ തന്നെ നിർത്താം. ഇത് കണ്ടോ, സൈൻ 2nπ/2 വരുമ്പോൾ ഈ 2ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ സൈൻ nπ എന്ന് കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയിപ്പോയി. പ്ലസ് സൈൻ ഇതിവിടെ ഉണ്ട്. അപ്പോൾ ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. അപ്പോൾ നമുക്ക് 2 × സൈൻ nπ/2 ബൈ nπ/2 എന്ന് എഴുതാം. എന്നിട്ട് ഈ nπ/2 അടിയിൽ കിടക്കുന്ന 2നെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 × 2 4 ആവും. സൈൻ nπ/2 ബൈ nπ അതാണ് എൻ്റെ വാല്യൂ. ഇനി ഈവൻ സിഗ്നലിൽ bn 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തണ്ട. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് a0 കിട്ടി, an കിട്ടി, bn കിട്ടി. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? a0 പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് 0 ആണ്. അപ്പോൾ അത് എഴുതണ്ട. bn കിട്ടിയത് 0. അപ്പോൾ ഈ ടേമും എഴുതണ്ട. മൊത്തത്തിൽ ഈ ടേം മാത്രം എഴുതിയാൽ മതി. അത് എഴുതുമ്പോൾ സമ്മേഷൻ n = 1 to ∞. an കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇത് എഴുതാം. പിന്നെ എന്ത് എഴുതേണ്ടത്? കോസ് n ഒമേഗ c അല്ല ഒമേഗ ടി, കോസ് n ഒമേഗ ടി എഴുതാം. ഇനി ഫൊറിയർ സീരീസാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഇനി ഫൊറിയർ സീരീസ് എക്സ്പാൻഷനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോത്തിനും n വാല്യൂ കൊടുക്കുക. അതായത് n 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, എക്സെട്ര ആണ് ഇത് വെക്കണം.